നമ്മൾ ചില വേദാന്തികളുടെയും അല്ലെങ്കിൽ വൈദിക പാരമ്പര്യം പിൻപറ്റുന്ന ആളുകളുടെയൊക്കെ അഭിപ്രായത്തിൽ വർണ്ണാശ്രമങ്ങൾ വളരെ ശ്രേഷ്ഠവും കുലധർമ്മ വ്യവസ്ഥ എന്ന് വിളിക്കപ്പെടുന്ന ജാതി എന്നൊക്കെ വിളിക്കപ്പെടുന്ന സാമുദായിക വ്യവസ്ഥ വളരെ തെറ്റുമാണ്. വർണ്ണാശ്രമത്തിൽ ഏറ്റക്കുറച്ചിലുകളില്ല, എല്ലാവരും തുല്യരാണ്, ആർക്ക് ഏത് വർണ്ണവും സ്വീകരിക്കാം. എന്നാൽ സമുദായ ജാതി വ്യവസ്ഥ അങ്ങനെയല്ല, അത് ഉച്ചനീചത്വങ്ങളുടേതാണ്, അത് തെറ്റാണ്. വർണ്ണാശ്രമം മാത്രമാണ് ശരി, അതാണ് ഹൈന്ദവീകത എന്നൊക്കെയാണല്ലോ പലരുടെയും നിരന്തരമായിട്ടുള്ള പ്രചരണങ്ങളും അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അത് അതിൻ്റെ ഭാഗമായിട്ട് കർമ്മബ്രാഹ്മണരെ സൃഷ്ടിക്കുകയും കർമ്മബ്രാഹ്മണർ ആണെന്ന് പറയുന്ന ആളുകൾക്ക് ആ കർമ്മബ്രാഹ്മണ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പലപ്പോഴും പൂർണ്ണത ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളുടെ അനുഭവത്തിലില്ല എന്ന് തന്നെയാണ്. ഉണ്ടെങ്കിൽ കർമ്മബ്രാഹ്മണ്യം ആണ് അംഗീകരിച്ചെങ്കിൽ ശങ്കരാചാര്യ പീഠങ്ങളിലൊക്കെ അത്രയും കർമ്മബ്രാഹ്മണർക്ക് സന്യാസി അവിടുത്തെ പ്രധാന പീഠാധീശരൊക്കെ ആവാൻ പറ്റണം. ഒരു കാലത്ത് സംഭവിച്ചിട്ടില്ല. ശങ്കരാചാര്യ ഉണ്ടായിരുന്ന കാലത്തിന് സംഭവിച്ചോ നമുക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഭഗവത്ഗീതയൊക്കെയാണ് ഉദാഹരിക്കുക അല്ലേ. എല്ലാവരും ചാതുർവർണ്ണ്യമായ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണ്യം ഉണ്ടായി എന്നാണ്. അതുകൊണ്ട് ആർക്ക് എപ്പോൾ വേണമെങ്കിലും വർണ്ണങ്ങൾ മാറി മാറി എടുക്കാം എന്നൊക്കെയാണ് പറയുക. പക്ഷെ നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് യാദവനായ കൃഷ്ണൻ ഈ ബ്രാഹ്മണ്യമാണല്ലോ ഈ പറയപ്പെടുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള വർണ്ണം, എന്തുകൊണ്ട് കൃഷ്ണൻ എന്തുകൊണ്ടോ ഈ ബ്രാഹ്മണനായില്ല എന്ന്. കൃഷ്ണന് ബ്രാഹ്മണനാകും ചിലരൊക്കെ പറയും ഇപ്പോൾ കൃഷ്ണൻ ബ്രാഹ്മണനാണ്, പക്ഷെ അത് ഒട്ടും അറിവില്ലാത്ത ആളുകളെ പറയുള്ളൂ. കൃഷ്ണൻ ബ്രാഹ്മണനാവാൻ ശ്രമിച്ചു, ഒന്നുകിൽ വൈശ്യൻ അല്ലെങ്കിൽ ക്ഷത്രിയൻ, ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അല്ലാണ്ട് അതാവാൻ പറ്റുമെങ്കിൽ കൃഷ്ണനാകാമായിരുന്നു, പക്ഷെ ആയിട്ടില്ല. അതുകൊണ്ട് നമ്മളിത് പറയാൻ ശ്രമിക്കുന്നത് മോശം എന്ന് പറയാനല്ല ശ്രമിക്കുന്നത്. വർണ്ണാശ്രമം മാത്രം ശ്രേഷ്ഠമെന്നും സാമുദായിക വ്യവസ്ഥ തെറ്റെന്നും പറയുന്നതിലെ ആ ഗൂഢ ലക്ഷ്യം അതാണ് നമ്മൾ നിരന്തരം പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഹൈന്ദവീകത എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമം മാത്രമാണെന്ന് ഹിന്ദു ധർമ്മത്തിന്റെ സംരക്ഷകർ തന്നെ അവകാശപ്പെട്ട് അത്തരം പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഭൂരിപക്ഷമായിരിക്കുന്ന കുലധർമ്മികൾ പാർശ്വവൽക്കരിക്കപ്പെടുകയും രണ്ടാം നമ്പർ ഹിന്ദു ആക്കപ്പെടുകയും ചെയ്തു. ഇന്നലകളിലെ ഇരുണ്ട കാലഘട്ടത്തിന്റെ മറ്റൊരു വെർഷൻ ഭരണഘടനയുള്ളത് കൊണ്ട് പലപ്പോഴും അത് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവില്ല. പക്ഷെ മറിച്ച് ഇത് പ്രാക്ടിക്കലി സംഭവിക്കുന്നതാണ്. കാരണം ഇപ്പോൾ കർമ്മം കൊണ്ട് തന്നെ ബ്രാഹ്മണനാകാമെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നൊരു വീട്ടിൽ നിന്നൊരു ബ്രാഹ്മണൻ ഉണ്ടാവും, പക്ഷെ ആ ബ്രാഹ്മണ്യം കൊണ്ട് ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടില്ലേ, അത്തരം ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിക്കുന്ന ആളുകൾ മറ്റുള്ളവരൊക്കെ എന്തോ മോശമാണെന്നൊരു ചിന്തയിലാണ് പ്രവർത്തിക്കുന്നത് പലപ്പോഴും കാണാം. ഈ സന്യാസാശ്രമങ്ങളും അങ്ങനെ തന്നെയാണ്. സന്യാസിയായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നൊരു ധാരണയാണ്. കാവി ഉടുത്ത് ഒക്കെ അഴിച്ചു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു, മറ്റുള്ളവരൊക്കെ എന്തോ മോശം. ഏത് സന്യാസി ഒരു ഗൃഹസ്ഥാശ്രമിയുടെ പാദം കഴുകുന്നത് കാണാൻ പറ്റില്ല, ഗൃഹസ്ഥാശ്രമി അല്ലെങ്കിൽ പാദം നമസ്കരിക്കുന്നത് കാണാൻ പറ്റില്ല. നേരെ അപ്പുറത്തത് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഞങ്ങളെ ആചരിക്കണം, ഞങ്ങളെ ബഹുമാനിക്കണം, പക്ഷെ മറിച്ച് അപ്പുറത്തത് ആവശ്യമില്ല, ഞങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠരാണെന്നൊരു തോന്നല. ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു നമ്പൂതിരി സമുദായമൊന്നും അല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണ ജാതി സമുദായത്തിലൊന്നും അല്ല, അല്ലാണ്ട് തന്നെയുള്ള ഒരു സാധാരണ ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾ സന്യാസിയെ ഒരു വ്യക്തിയെ ക്ഷണിച്ചപ്പോൾ സാധാരണക്കാർക്കൊപ്പം ഇരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ സന്യാസിയല്ലേ, ഞങ്ങൾ സന്യാസിയല്ലേ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ടൊരു ഹയറാർക്കി സംവിധാനത്തെ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് വർണ്ണാശ്രമം എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വർണ്ണാശ്രമമായിരിക്കുക, വർണ്ണാശ്രമധർമ്മം ഉണ്ടാവട്ടെ, അതിനാരും വിരോധമില്ല. പക്ഷെ അതാണ് ഹൈന്ദവീകതയുടെ മുഖമുദ്ര എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് തന്നെയാണ് ഹൈന്ദവീകത, വേദങ്ങൾ തന്നെയാണ് പ്രമാണം എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ ഓരോ കുലധർമ്മിയും, കുലധർമ്മം എന്ന് പറയുമ്പോൾ ശാക്തേയ കൗള മലബാര പാരമ്പര്യങ്ങളെ പിൻപറ്റുന്ന ഭൂരിപക്ഷ ഹൈന്ദവരെ സംബന്ധിച്ച് പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ ഭാഗമല്ലാതെ നമ്മെ മറ്റു ആശ്രമികളും വർണ്ണക്കാരും, കാരണം വർണ്ണാശ്രമം പിൻപറ്റുന്ന ആളുകളും ആജ്ഞാപിച്ച് അവരുടെ സിസ്റ്റമാണ് വരുത്തി തീർക്കുമ്പോൾ അതിന് പ്രതിരോധിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, മറ്റ് മതങ്ങളുടെ ആക്രമണങ്ങൾക്കൊപ്പം തന്നെ ഈ വൈദിക ചാതുർവർണ്ണ സിദ്ധാന്തങ്ങളുടെ, വർണ്ണാശ്രമങ്ങളുടെ സിദ്ധാന്തങ്ങളുടെ കടന്നാക്രമണങ്ങളോട് കൂടി ഉണ്ട്, അതിനെ കൂടി ചെറുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരേ സമയം അവിടെയും പ്രതിരോധിക്കണം, ഇവിടെയും പ്രതിരോധിക്കണം. ഹിന്ദു സംഘടനകൾ പോലും വർണ്ണാശ്രമങ്ങൾക്കാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. ഭൂരിപക്ഷ ഹൈന്ദവരുടെ ഈ പറയുന്ന കുലധർമ്മത്തെ ആരും ഒന്നും ചെയ്യുന്ന നമുക്ക് കാണാനില്ല, കണ്ടിട്ടില്ല. കണ്ടാലല്ലേ നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംഭവം പ്രചരിപ്പിക്കുന്ന പോലും നമ്മൾ കാണില്ല. കർമ്മബ്രാഹ്മണൻ ഉണ്ടാക്കുന്ന ഹൈന്ദവ സംഘടനകൾ കുലധർമ്മികളെ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം? നമ്മുടെ ധർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ആക്രമിക്കുന്നവർ, നമ്മൾ നിരന്തരം നമ്മളുടെ ഈ സമുദായ വ്യവസ്ഥ, കുലധർമ്മ വ്യവസ്ഥ, ആചാരാനുഷ്ഠാനങ്ങൾ മോശമാണെന്ന് പറയുമ്പോൾ ഇവിടെ ജാതി വ്യവസ്ഥ മോശമാണെന്ന് പറയുന്ന ഏത് പ്രാമാണിക ഗ്രന്ഥങ്ങളാണ്? വ്യവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ടോ? എന്നാൽ വർണ്ണവ്യവസ്ഥ ഈ പറഞ്ഞ ബ്രാഹ്മണാസ്യ മുഖമാസിത് ബാഹുരാജന്യകൃത എന്നൊക്കെ വേദം പറയുമെങ്കിലും അവിടെ ആ ഉച്ചനീചിത്വം കാണുന്നില്ലെങ്കിലും ആ വർണ്ണം ഈ പറയപ്പെടുന്ന
ബ്രഹ്മത്തിന്റെ മുഖത്തു നിന്നോ എവിടെ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റക്കുറച്ചിൽ മറ്റ് ധർമ്മഗ്രന്ഥങ്ങളുടെ സ്മൃതി ഗ്രന്ഥങ്ങളിലൂടെ അതുപോലെ തന്നെയാണ് ഈ സ്മാർത്ഥ വിധികളിലൂടെ ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പുരാണങ്ങളിലൂടെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനെ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ പറ്റൂ. അപ്പൊ ജാതി വ്യവസ്ഥ മോശമാണെന്ന് പറയണമെങ്കിൽ, സാമുദായിക കുലധർമ്മ വ്യവസ്ഥ മോശമാണെന്ന് വേണമെങ്കിൽ രേഖ വേണം. നമുക്കിപ്പോൾ നമ്മൾ എടുക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് സംഘകാല കൃതികളിലാണ് നമുക്കിത് പരതാൻ പറ്റുള്ളൂ. സംഘകാല കൃതികളെ പരതുന്ന നേരത്ത് ഇവിടെയൊക്കെ സമുദായങ്ങളും കുലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരം വിവാഹം കഴിക്കുക, കൂടിച്ചേർന്ന് ജീവിക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു അൺടച്ചബിലിറ്റിയും ഇല്ല. എന്നാൽ പിന്നീട് ശാങ്കരസ്മൃതി പോലുള്ള ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കുമ്പോഴാണ് ജാതി വ്യവസ്ഥയുടെ അടിമാറിയിട്ടുള്ള നടത്തങ്ങളും ഉച്ചനീചത്വം കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്തുകൊണ്ടാണ്? അത് വർണ്ണാശ്രമധർമ്മത്തിന്റെ ഒരു കുഴപ്പവുമില്ലാത്ത സാമുദായിക വ്യവസ്ഥയും വർണ്ണാശ്രമത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കിയപ്പോഴാണ് ഇതുണ്ടായത്. വർണ്ണാശ്രമം ശ്രേണീകൃതമാണ്. ആ ശ്രേണീകൃതമായ വർണ്ണവ്യവസ്ഥയല്ല നമ്മുടെ ഹൈന്ദവീകത. മറ്റുള്ള വർണ്ണാശ്രമക്കാർക്ക് അതാകാം, പക്ഷെ നമ്മുടെ ഹൈന്ദവീകത, കുലധർമ്മികളുടെ ഹൈന്ദവീകത വർണ്ണാശ്രമ വ്യവസ്ഥയല്ല. വർണ്ണാശ്രമങ്ങൾക്ക് അതീതമായിട്ടുള്ള അത്യാശ്രമി വ്യവസ്ഥയിലെ, അല്ലെങ്കിൽ വർണ്ണങ്ങൾക്ക് അതീതമായിരിക്കുന്ന എന്താ പറയുക, വർണ്ണമില്ലാത്ത അവർണ്ണ വ്യവസ്ഥയിൽ പോകുന്ന ഒരു സമൂഹമാണ് എന്ന് നമുക്ക് പറയേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനല്ല, ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ പലപ്പോഴും പ്രതിരോധിക്കേണ്ടി വരും. ഇവിടെ മോശമാണെന്ന് പറയുമ്പോൾ ഇവിടെയല്ല മോശത്തരം, ഇവിടെ കുലങ്ങൾക്കൊരു മോശമില്ല. ആശാരി മൂശാരിയും കൊല്ലം കരുവാൻ തട്ടൻ പുലയൻ പറയൻ ആയി പറഞ്ഞ പള്ളരാവട്ടെ അല്ലെങ്കിൽ മലനായാടി ആവട്ടെ, എല്ലാ ആളുകളും പരസ്പരം ഒരു പക്ഷിക്കൂട് പോലെ വർത്തിക്കുന്ന ധാർമ്മിക വ്യവസ്ഥയാണ് ഇവിടുത്തെ സംബന്ധിച്ച കുലധർമ്മ വ്യവസ്ഥ. ആർക്കും ഏറ്റക്കുറച്ചിൽ അവരവരെ കർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്തു. ആർക്കും ഇഷ്ടമുള്ള കർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാമെന്നുള്ളത് സകകാലകൃതികൾ പരിശോധിച്ചാൽ മനസ്സിലാകും. എന്നാൽ പുരാണങ്ങളിൽ അങ്ങനെയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് സ്വതവേ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, ആർക്കും ഏത് വർണ്ണം ആവാം. അതാ പറഞ്ഞ മകൻ ബ്രാഹ്മണനായി അച്ഛൻ ശൂദ്രനായി തുടരല്ലേ. ശൂദ്രൻ എന്താ കുഴപ്പം? ശൂദ്രൻ ശ്രേഷ്ഠനല്ലേ എന്ന് പറയുമെങ്കിൽ ആര് പറഞ്ഞു? ശൂദ്രനും ബ്രാഹ്മണനും അന്തരമുണ്ട്. ബ്രാഹ്മണനും ശ്രേഷ്ഠനും ശൂദ്രൻ താഴ്ത്തപ്പെട്ടവനുമാണെന്ന് വളരെ വ്യക്തമായിട്ട് പുരാണങ്ങൾ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ബ്രഹ്മചര്യാദി സന്യാസാശ്രമങ്ങൾ. ആശ്രമങ്ങളിൽ തന്നെ ബ്രഹ്മചാരിയേക്കാൾ ഉത്കൃഷ്ടൻ, ഗൃഹസ്ഥാശ്രമിയേക്കാൾ ഉത്കൃഷ്ടൻ സന്യാസിയാണെന്ന് വരുന്ന രീതിയിലുള്ള പ്രമാണങ്ങളുണ്ട്. വെറുതെ പറയല്ല. നമുക്ക് ഭാഗവത പുരാണം തന്നെ എടുത്തു നോക്കാം. ഭാഗവത പുരാണത്തില് 7-ാം അധ്യായത്തിൽ ശ്ലോകങ്ങളുണ്ട്. 13, 14, 15 ശ്ലോകങ്ങളിലൂടെയൊക്കെ ഇതിൻ്റെതായിരിക്കുന്ന ശ്ലോകങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതിൽ 15-ാമത്തെ ശ്ലോകമായിട്ട് വരുന്ന ആ ശ്ലോകം നമുക്കൊന്ന് പരിശോധിക്കാം. ആ ശ്ലോകത്തിൽ പറഞ്ഞത് വർണ്ണാശ്രമാണാംച ജന്മ ഭൂമ്യനുസാരിണി ആസൻ പ്രകൃതയോ നൃണാം നീചേർ നീചോത്തമോത്തമ എന്നാ പറഞ്ഞത്. അത് ഭാഗവതം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ പറയപ്പെടുന്ന വർണ്ണാശ്രമങ്ങൾ അത് എപ്രകാരമാണോ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നുണ്ടായിരിക്കുന്നത്, അത് ഏതേത് അവയവങ്ങൾ, ഇപ്പം മുഖമാണെങ്കിൽ മുഖത്തുനിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി, അങ്ങനെ പറയുമ്പോൾ താഴെ നിന്ന് നമ്മൾ പാദങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ ഏറ്റവും താഴെ നിൽക്കുന്ന ഭാഗം ഏതോ അത് നീചവും, അങ്ങനെ ഉയർന്നു വരുമ്പോൾ ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ബ്രാഹ്മണാവസ്ഥ എന്ന് പറയുന്ന ആ ഒരു ബ്രാഹ്മണ വർണ്ണം എന്ന് പറഞ്ഞ വർണ്ണം ഉത്കൃഷ്ടവുമാകുന്നു. ഇതുപോലെ തന്നെ ആശ്രമങ്ങളാണെങ്കിലും ആശ്രമങ്ങളില് ബ്രഹ്മചര്യാശ്രമം അത് പ്രത്യേകിച്ച് പ്രമാണം ഓൾറെഡി ഇതിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന നേരത്തെ നമ്മൾ 13-ാമത്തെ ആ ശ്ലോകം അത് വിപ്രക്ഷത്രിയ എന്ന് തുടങ്ങുന്ന ആ ഭാഗത്തില് വിപ്രനും ക്ഷത്രിയനും ഒക്കെ വർണ്ണങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഗൃഹസ്ഥാശ്രമോ ജഗനത്തോ എന്നാണ് 14-ാമത്തെ. അത് ജഗനങ്ങളിൽ നിന്നാണ് ഈ പറയപ്പെടുന്ന ഗൃഹസ്ഥാശ്രമം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അതാ പറഞ്ഞു വന്ന ഈ വർണ്ണങ്ങളെ കുറിച്ച് പറയുന്ന നേരത്ത് ഓരോ വർണ്ണങ്ങളും ഓരോ ആശ്രമങ്ങളും, ആ സന്യാസാശ്രമമാണെങ്കിൽ ഉത്കൃഷ്ടമാണ്, ബ്രഹ്മചര്യാശ്രമം അത് അത്ര ശ്രേഷ്ഠമല്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും വർണ്ണാശ്രമം ശ്രേണീകൃതമാണ്. നിങ്ങളിപ്പോ സന്യാസി ആയിക്കോളൂ, പക്ഷെ സന്യാസി അല്ലാത്ത ആള് 2-ാം നമ്പർ ആവുന്നുണ്ട്. നിങ്ങൾ ഗൃഹസ്ഥാശ്രമി ആവുമ്പോൾ ബ്രഹ്മചാരി 2-ാം നമ്പർ ആകുന്നുണ്ട്. വർണ്ണത്തിലും അങ്ങനെ തന്നെ ബ്രാഹ്മണനാകുമ്പോൾ ശൂദ്രൻ 2-ാം നമ്പർ ആകുന്നു, ക്ഷത്രിയൻ 2-ാം നമ്പർ ആകുന്നുണ്ട്. അപ്പൊ പിന്നെ എവിടെയാണ് തുല്യത? ആകാം എന്ന് പറഞ്ഞാൽ മറ്റോ മോശമായില്ലേ? ആ മോശത്തരം ഉണ്ടാകുന്നപ്പോൾ നിങ്ങൾ പറയല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ശൂദ്രന് വേണമെങ്കിൽ ബ്രാഹ്മണനായിക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റാണ്. ബ്രാഹ്മണനാകണമെങ്കിൽ ജന്മം കൊണ്ടല്ല, ഗുണകർമ്മ വിഭാഗശ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഗുണം കൊണ്ട് ഈ കർമ്മം കൊണ്ടൊക്കെ ബ്രാഹ്മണനാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കൊണ്ടല്ല എന്നാണ് വാദം. ജന്മം കൊണ്ടല്ലെങ്കിലാണ് നമ്മൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് കൃഷ്ണനൊന്നും ഈ ബ്രാഹ്മണനാകാതിരുന്ന് നമുക്ക് അറിയില്ല, ബ്രാഹ്മണ വർണ്ണത്തിലേക്ക് പോകാതിരുന്ന് ഇങ്ങനെ പറഞ്ഞ കൃഷ്ണനെ. അപ്പോൾ ജന്മം കൊണ്ടല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മനു ഇപ്രകാരം പേരിടുമ്പോൾ, ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ മനു പറയുന്നത് എങ്ങനെയാ?
ഉപനയനം കുറെ കഴിഞ്ഞിട്ടല്ലേ. മനു പേരിടാൻ പറയുന്നത് തന്നെ എങ്ങനെയാണ്? നാമധേയം ദശമ്യാം തു ദ്വാദശ്യാം വാസ്യകാരയെ പുണ്യേ തിഥൗ മുഹൂർത്തേ വാ നക്ഷത്രേ വാ ഗൃണാന്യതേ എന്നാണ് മനു. അതെങ്ങനെയാ? 2-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ മനുസ്മൃതിയിൽ പറയാണ്. അപ്പൊ ആ പറയപ്പെടുന്നതിൽ എന്താ അർത്ഥമാക്കുന്നത്? 10-ാമത്തെ ദിവസോ 12-ാമത്തെ ദിവസോ അല്ലെങ്കിൽ പുണ്യതിഥിയിലോ നക്ഷത്രത്തിലോ ഒക്കെ നമുക്ക് കുട്ടിയുടെ പേരിടണം എന്നാ പറയുന്നത്. കുട്ടി ജനിച്ചാൽ പേരിടണം. അപ്പൊ ഓരോ വർണ്ണത്തിനും വ്യത്യാസം ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ കുട്ടിക്ക് എന്തെങ്കിലും 10ഓ 12ഓ ഒക്കെ ദിവസത്തിലോ അല്ലെങ്കിൽ നല്ല തിഥിയോ നല്ല മുഹൂർത്തോ നക്ഷത്രമോ ഒക്കെ ഉണ്ട് അന്ന് പേരിടാന്ന് പറയുകയാണ്. ഒരു കുഴപ്പമില്ല, ഏത് കുട്ടിക്കും പേരിടാന്നാണ്. പക്ഷെ കർമ്മബ്രാഹ്മണനോ ജന്മബ്രാഹ്മണനോ നേരത്തെ ഇവിടെയാണ് പേരിൽ എങ്ങനെയാന്നുള്ളത്. അപ്പൊ അവിടെയാണ് മംഗല്യം ബ്രാഹ്മണസ്യ സ്യാൽ ക്ഷത്രിയസ്യ ബലാന്വിതം വൈശ്യസ്യ ധന സംയുതം. ചിന്തിക്കണം. മംഗളകരമായിരിക്കുന്ന പേരുകളാണ് ബ്രാഹ്മണന് വേണ്ടത്. ക്ഷത്രിയത്വമായിട്ടുള്ള ബലാന്വിത ബലം ഉളവാക്കുന്ന പേരുകളാണ് ക്ഷത്രിയന് വേണ്ടത്. വൈശ്യന് ധന സംയുക്തമായിരിക്കുന്ന ധനത്തെയൊക്കെ കാണിക്കുന്നതിനുള്ള പേരുകളാണ് വേണ്ടത്. ശൂദ്രസ്യ സംയുതം ശൂദ്രസ്യത്തു ജുഗുപ്സകം. മനുസ്മൃതിയിലെ 2-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകമാണ്. അതായത് ബ്രാഹ്മണന് മംഗളകരമായ പേരിടണം എന്ന് പറയുന്നത് ഉപനയനം കഴിഞ്ഞിട്ടല്ല, ജനിച്ച് 10-ാമത്തെ 12-ാമത്തെ ദിവസം പേരിടണം മനു പറയുകയാണ്. അപ്പൊ പിന്നെ ജന്മം കൊണ്ട് തന്നെയല്ലേ ഈ ബ്രാഹ്മണനെ നിശ്ചയിച്ചതല്ലാണ്ട് അയാളെ കർമ്മം കൊണ്ടല്ല. ജനിച്ച കുട്ടിക്ക് എന്ത് കർമ്മം വെച്ചിരിക്കുന്നു? അമ്മയുടെ പാല് കുടിക്കുന്നതല്ലാണ്ട് എന്ത് കർമ്മമുള്ളത്? അപ്പൊ അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് ഇവിടെ? അതും പറയുന്നത് ബ്രാഹ്മണന് മംഗളകരമായ പേര് മറ്റുള്ളവർക്ക് പേരുണ്ട്. ശൂദ്രന്റെ പേര് ജുഗുപ്സ ഉണ്ടാക്കുന്നതായിരിക്കണം എന്നാണ് മനു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള പറഞ്ഞ വർണ്ണാശ്രമ വ്യവസ്ഥയാണോ നമുക്ക് സ്വീകാര്യം? നമ്മുടെ ഈ ധർമ്മത്തിന് സ്വീകാര്യം? ഈ ശ്രേണീകൃതമായിട്ട് ആളുടെ പേര് കൊണ്ട് പോലും ഈ സംഭവം ജന്മം കൊണ്ടല്ലാണ്ട് കർമ്മം കൊണ്ട് സിദ്ധിക്കുന്ന ഈ വ്യവസ്ഥ. എന്നിട്ട് പറയാണ് ശർമ്മവത് ബ്രാഹ്മണസ്യ സ്യാത് രാജ്ഞോ രക്ഷാസമന്വിതം. ശർമ്മ തുടങ്ങുന്ന പേരുകളൊക്കെയാണ് ബ്രാഹ്മണരുടെ പേര്. പലരും ശർമ്മയൊക്കെ പേരിന്റെ പെടും ഇല്ലേ? അതെന്താണ്? ബ്രാഹ്മണനെ കാണിക്കാൻ. പക്ഷെ മനുസ്മൃതിയോ അല്ലെങ്കിൽ ഈ വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥയോ പറയുന്നത് അതൊക്കെ ചിലർക്ക് മാത്രമല്ല. ജന്മം കൊണ്ട് തന്നെ 10-ാമത്തെ 12-ാമത്തെ പേരിടുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. പൂണൂലിട്ടിട്ടല്ല ശർമ്മ കൊടുത്തത്. ഉപനയനം ചെയ്യുന്നതിന് മുമ്പേ ശർമ്മ കൊടുത്തു. ക്ഷത്രിയന് വർമ്മ കൊടുത്തു. വൈശ്യസ്യ പുഷ്ടി സംയുതം. ഊരജൻ എന്നൊക്കെ തുടങ്ങുന്നപ്പോൾ ഉള്ള പേരുകളൊക്കെയാണ് വൈശ്യനൊക്കെ പറയാ. ശൂദ്രസ്യ പ്രേക്ഷ സംയുതം. ദാസാദ്യ പേരുകളൊക്കെ നമ്മൾ പറയില്ലേ? അത് മനുസ്മൃതിയിലെ 2-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ പിന്നെ കർമ്മം കൊണ്ട് സിദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാമാണികത വേണം. അതായത് ഭാഗവതം ഭക്തി പ്രധാനമായിരിക്കുന്ന ഭാഗവതം പോലും പറഞ്ഞത് വർണ്ണാശ്രമങ്ങള് ബ്രഹ്മാവിന്റെ മുഖത്തുനിന്നോ കാലിൽ എവിടെ ഉണ്ടായച്ചാൽ അതിന്റെ അംഗാവയവങ്ങൾക്കനുസരിച്ച് ഉച്ചനീചത്വം ഉണ്ട് എന്നാണ്. അപ്പൊ ഉച്ചനീചത്വം എന്ന് പറയുന്നത് കുലധർമ്മത്തിന്റെ ഭാഗമല്ല, അത് വർണ്ണാശ്രമത്തിന്റെ ഭാഗമാണ്. ആ വർണ്ണാശ്രമം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലിപ്പോ നിങ്ങൾ കർമ്മബ്രാഹ്മണ്യം അംഗീകരിച്ചാൽ തന്നെ ആ കർമ്മബ്രാഹ്മണ്യം എന്ത് ചെയ്യും? ജന്മബ്രാഹ്മണ്യത്തെ വെച്ച് നോക്കുമ്പോൾ 2-ാം നമ്പറേ ആവുള്ളൂ. സമൂഹത്തിൽ കാണാൻ പറ്റും നമുക്ക്. എത്ര കർമ്മബ്രാഹ്മണ്യം പറയുന്നവരും കാര്യത്തോട് അടുക്കുമ്പോൾ ജന്മബ്രാഹ്മണനൊരു മാർക്ക് ഇടുന്ന ഒരു വ്യവസ്ഥയെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനെ കുറ്റം പറയില്ല. ഇവിടെ ഇത് മോശം, കുലധർമ്മം മോശം, കുലധർമ്മത്തിലെ ജാതി വ്യവസ്ഥ സമുദായ വ്യവസ്ഥ മോശം എന്ന് പറയുമ്പോൾ അതല്ലാന്ന് പറയണം. ഇനി അതുപോലെ തന്നെ ദ്വിജത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വർണ്ണാശ്രമക്കാർ പറയാറെന്താണ്? ദ്വിജത്വം എന്ന് പറഞ്ഞാൽ ഉപനയനത്തിന് ശേഷമാണ് ദ്വിജത്വം കിട്ടുന്നത്. 2-ാമത്തെ ജന്മമാണ്. അതുകൊണ്ട് ആർക്കും ദ്വിജനാകാം. അതിന് വേദപാഠാദ്ഭവേ വിപ്ര. വേദം പഠിച്ചു കഴിഞ്ഞാൽ വിപ്രനാവാന്നാ പറയാം. പക്ഷെ അവിടെയും മനു പറയുന്നത് എന്താണ്? വേദം പഠിക്കേണ്ട ആവശ്യമില്ല. വേദം പഠിക്കണമെങ്കിൽ ഉപനയനം കഴിയണ്ടേ? ഉപനയനം നമ്മൾ ഗർഭാധാനം പുരുഷം സീമന്തോനയനം ജാതകർമ്മം അന്നപ്രാശം അങ്ങനെ ചൗളം മുടി കളയ മുട്ടയടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ മുട്ടയടിക്കുന്ന ചടങ്ങ് പറയുന്ന നേരത്ത് മനുവാണ് ചൂടാ കർമ്മ ദ്വിജാനീതാം സർവേഷാമേവ ധർമ്മത. മനുസ്മൃതിയിലെ 2-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകാണ്. അവിടെ ചൂടാ കർമ്മ ദ്വിജാതീനാം എന്നാ പറഞ്ഞിരിക്കുന്നത്. ചൂടാകർമ്മം മുട്ടയടിക്കുന്ന ദ്വിജന് മുട്ടയടിക്കുന്ന കാര്യമാണ്. ദ്വിജൻ അപ്പൊ എന്താണ്? ഇയാൾ ഉപനയനം കേട്ടാണ് ദ്വിജൻ എന്ന പേരോട് വിശേഷിപ്പിച്ചതല്ല. ദ്വിജത്വമുള്ളത് ത്രൈവർണികർക്കാവുന്നത് കൊണ്ട് തന്നെ, ബ്രഹ്മക്ഷത്രിയ വൈശ്യമാർക്കാവുന്നത് കൊണ്ട് തന്നെ അവരുടെ ചൂടാകർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ദ്വിജത്വം എന്താണ്? ഉപനയനത്തിന് ശേഷമല്ല മനു പറയുന്നത്. മനു പറയുന്നത് ഉപനയനത്തിന് മുമ്പ് തന്നെയാണ്. അതായത് കർമ്മം കൊണ്ടല്ല ജന്മം കൊണ്ട് തന്നെ സിദ്ധിക്കുകയാണ്. ഇനിയോ ഇതൊക്കെ കേണ്ടല്ലോ ഉപനയനം വരുന്നേ. ഉപനയനത്തിന് മനു പറയുന്നത് എന്താണ്? ബ്രഹ്മവർച്ചസ കാമസ്യ കാര്യം വിപ്രസ്യ പഞ്ചമേ രാജ്ഞോ ബലാർത്തിന ഷഷ്ടേ വൈശാസ്യേ
ഹാർത്തിനോ അഷ്ടമേ എന്നാ പാടത്. ചിന്തിക്കണം. ബ്രാഹ്മണൻ 5-ാമത്തെ വയസ്സിലും, ക്ഷത്രിയൻ അതുപോലെ തന്നെയാണ് 6-ാമത്തെ വയസ്സിലും, വൈശ്യൻ അഷ്ടമേ 8-ാമത്തെ വയസ്സിലും ഉപനയനം ചെയ്യണമെന്നാണ് മനുസ്മൃതി 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം. അപ്പോൾ ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്താലും ശരി, ആദ്യ ദ്വിജനാണെന്ന് പറഞ്ഞു, പേര് വെക്കുന്ന കാര്യം പറഞ്ഞു, ഇതിന് ശേഷം ഇപ്പൊ ഉപനയനം ചെയ്യുമ്പോഴും വേറെ വേറെ കാലചക്രം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ മനുഷ്യരിൽ, ഈ പ്രകൃതി മാതാവ് പെറ്റിട്ട, പരാശക്തി പെറ്റിട്ട മക്കളിൽ ക്ലാസിഫിക്കേഷൻ തിരിച്ച്, ഇനി കർമ്മം കൊണ്ടോ ജന്മം കൊണ്ടോ എന്തുകൊണ്ടായാലും ശരി, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അവിടെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ഓഫീസ് സംവിധാനമല്ലേ. ഓഫീസ് സംവിധാനത്തിൽ പ്യൂണിന് വേണമെങ്കിൽ പരീക്ഷ ചെയ്തിട്ട് മാനേജർ അവിടെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അത് സംവിധാനം വേറെയാണ്. ഭരണഘടനാപരമായിട്ട് ഇന്ത്യയിൽ എന്തായാലും ഇന്ത്യയുടെ ഭരണഘടന വളരെ ശ്രേഷ്ഠമായതാണ്. അതിന്റെ വ്യവസ്ഥയിൽ നമുക്ക് തുല്യതയുണ്ട്. ഇന്നലെ വരെ തുല്യതയില്ല. അപ്പോൾ അങ്ങനെ മനുഷ്യനിൽ വേർതിരിവ് ഉണ്ടാക്കുന്ന, ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുന്ന, ശ്രേണീകൃത വ്യവസ്ഥ ഉണ്ടാക്കുന്ന സംവിധാനം വർണ്ണാശ്രമധർമ്മം ഹിന്ദുക്കളുടെ മുഖമുദ്രയാണെന്നും അങ്ങനെയുള്ളതാണ് സംരക്ഷിക്കപ്പെടുന്നതും, അങ്ങനത്തെ എല്ലാവർക്കും കർമ്മബ്രാഹ്മണനാകാമെന്നൊക്കെ പറഞ്ഞ് ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് വൈദിക ബ്രാഹ്മണ്യത്തെ നിലനിർത്താനുള്ള ഭക്തപ്പാടിനെ ഹിന്ദു എന്ന് വിളിക്കുമ്പോൾ അതല്ല എന്ന് പറയാൻ കുലധർമ്മികൾ തയ്യാറാവുകയും നമ്മളെ നിരന്തരം ആക്ഷേപിക്കുമ്പോൾ നമ്മുടെ സാമുദായിക കുലധർമ്മ വ്യവസ്ഥയെ, ആചാരാനുഷ്ഠാന പദ്ധതികൾ മോശമാണെന്ന് പറയുമ്പോൾ അതല്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആചാരങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അശ്വമേധയാഗത്തെക്കുറിച്ചും ഗോമേധയാഗത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെയാണ് പല പല വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയേണ്ടി വരും. ആ പറയുന്ന നേരത്ത് അയ്യോ ഞങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആക്ഷേപിച്ചല്ലോ, ഞങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കാണിച്ചിട്ടില്ല, ഇത് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനാണെന്നുകൊണ്ട് കാര്യമില്ല. കാരണം ഇന്നലകളിൽ ഹിന്ദുക്കൾ ഇപ്പൊ ഈ ഇസ്ലാമിക മതത്തെയൊക്കെ പറയുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ. ഹൈന്ദവരിൽ ചില ആളുകൾ, ചില സംഘടനകളൊക്കെ പറയും. എന്തുകൊണ്ടാണ്? സക്കീർ നായിക്കിനെ പോലുള്ള ആചാര്യന്മാര് നിരന്തരം ഹൈന്ദവ ധർമ്മത്തെ പോലുള്ള ധർമ്മങ്ങളെ കടന്നാക്രമിച്ചപ്പോഴാണ് പറയാൻ തുടങ്ങി. ഇത് പറഞ്ഞ പോലെ കുലധർമ്മികൾ ഒരു കാലത്ത് അടിമകളാക്കപ്പെട്ടു. ആക്കിയില്ല നമ്മുടെ കാര്യമില്ല. ഭരണഘടന അതിന്റെ ഈ പറയുന്ന വർണ്ണവ്യവസ്ഥയുടെ ഭരണകാലം കടന്നു വന്നപ്പോഴാണ് ഇവിടെ അടിമത്വം വന്നത്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന വർണ്ണവ്യവസ്ഥയെ നമ്മൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള വർണ്ണവ്യവസ്ഥ പലപ്പോഴും മനുഷ്യരിൽ ഈ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുകയും അത് ജാതി നല്ല രീതിയിൽ പോയിരുന്ന കുലധർമ്മത്തെ ഈ വർണ്ണവ്യവസ്ഥയുടെ ശ്രേണീകൃത വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അധപ്പതിപ്പിക്കുകയും ചെയ്ത് ഭരണ നേതൃത്വം കൊണ്ട് തന്നെ അവർ ഇല്ലാണ്ടാക്കിയതാണ്, നശിപ്പിച്ചതാണ്. അങ്ങനെയുള്ള ആ വർണ്ണവ്യവസ്ഥ വീണ്ടും വരുമ്പോൾ വീണ്ടും ഈ സംവിധാനം ഉണ്ട്. കാരണം അതാ പറഞ്ഞ സന്യാസി ഗൃഹസ്ഥാശ്രമിയുടെ പാദം പൂജിക്കുന്നത് നമസ്കരിക്കുന്നത് നമ്മൾ കാണില്ല. നമ്മളെ നമസ്കരിക്കണം, നമ്മൾ ജ്യേഷ്ഠന്മാരാണ്, നമുക്ക് അങ്ങോട്ട് പറ്റില്ല. ബ്രാഹ്മണന് ശൂദ്രനോടുള്ള ഇതൊക്കെ ഇങ്ങനെ തന്നെ ഏത് വിധാനത്തിൽ വന്നു കഴിഞ്ഞാലും ശരി, അവിടെയാണ് കുലധർമ്മത്തിന്റെ മഹത്വം. ഹിന്ദു ധർമ്മത്തിൽ കുലധർമ്മത്തിന്റെ മഹത്വം, കുലധർമ്മത്തിന് മാത്രമാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നുള്ളൂ. അല്ലാത്തവരെയൊക്കെ സംബന്ധിച്ചിട്ട്, ഈ പറഞ്ഞ വർണ്ണവ്യവസ്ഥയെ സംബന്ധിച്ചിട്ട്, വർണ്ണവ്യവസ്ഥ എപ്പോഴും ഏറ്റക്കുറച്ചിലാണ് കാണിക്കുന്നത്. ആ ഏറ്റക്കുറച്ചിലാണോ ഹിന്ദുവിന് വേണ്ടി? ഹിന്ദു വർണ്ണം വർഗം ഇല്ലിവിടെ എന്ന് പറഞ്ഞ സംഘടനകളൊക്കെ ഉള്ള സമയത്ത് ആ സംഘടനാ പ്രാധാന്യം വഹിക്കുന്ന ഹൈന്ദവ സംഘടനകൾ പോലും വർണ്ണാശ്രമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതെങ്ങനെ ശരിയാകും? വർണ്ണം വർഗമില്ല എന്ന് പറയുമ്പോൾ വർണ്ണവർഗ ഭേദമില്ലാത്തൊരു സംവിധാനത്തെയല്ലേ നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്? ആ വർണ്ണവർഗ ഭേദമില്ലാത്ത സനാതനമായിരിക്കുന്ന ഹൈന്ദവ വ്യവസ്ഥ എന്താണ്? കുലധർമ്മമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കുലധർമ്മത്തെ കുറിച്ച് പറയുന്ന നേരത്ത് കുലധർമ്മം പറയുന്നത് എന്താണ്? ജാതി ഭേദോന ചക്രേ അസ്മിൻ സർവേ ശിവസമാസ്മൃത. കുലാർണവൊക്കെ അഷ്ടമല്ലാത്തത് 21-ാമത്തെ ശ്ലോകമാണത്. അതായത് ചക്രം എന്ന് കുലധർമ്മം പറയുന്നത് എന്താണ്? ഈ പ്രകൃതിയെയാണ്, ഈ പ്രപഞ്ചത്തെയാണ് ചക്രം എന്ന് പറയുന്നത്. അത് ഈ വാമകേശ്വരനൊക്കെ നോക്കിയാൽ മനസ്സിലാവും. സാക്ഷാൽ പരാശക്തിയുടെ സ്വരൂപം ചക്രമാണ്. ആ ചക്രം ഈ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും സർവേ ശിവാസമ, സർവരും ശിവന് സമരാണ്. സമരം അല്ലാണ്ട് ബ്രാഹ്മണ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അല്ലെങ്കിൽ സവർണൻ അവർണൻ ആണ് പെണ്ണ് അല്ലെങ്കിൽ കർമ്മം കൊണ്ടോ ജന്മം കൊണ്ടോ ഇങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു വ്യത്യാസമേ പറഞ്ഞിട്ടില്ല. ഒരു ഉപദേശം സ്വീകരിക്കും. അത് ആർക്കായാലും ഒരു പരമ്പര കുലധർമ്മത്തിൽ എല്ലാവർക്കും ഉണ്ട്. പാണ, പറയ, പുലയ, നായർ, നമ്പൂതിരി എല്ലാ സമുദായങ്ങൾക്കും ആ വിധാനത്തിൽ അവർക്ക് അവരുടേതായിരിക്കും. സർവവർണേഷാം അല്ലെ സർവേഷാം ആചാര പരമാഗതിയും എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ആളുകളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പരമഗതിയെ കൊടുക്കുക. അതിൽ ബ്രാഹ്മണനാകേണ്ട ആവശ്യമില്ല. ഇത് കൃഷ്ണൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ ബ്രാഹ്മണനാകാൻ നിൽക്കാതിരുന്നേ. രാമൻ ക്ഷത്രിയനായിരുന്നു, നമ്മൾ മറ്റൊന്നാകാതിരുന്നത്.
അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താണ് അവരവർ നിൽക്കുന്ന ഭാഗത്തുനിന്നുകൊണ്ട് അവർക്ക് ഉയർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അവരവിടെ തന്നെ ഉയർച്ചയാണ്, പിന്നെ വേറൊന്നും വേണ്ട. പക്ഷെ ഇവിടെ വർണ്ണാശ്രമം അങ്ങനെയല്ല, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോവുകയും മറ്റവനെ താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അസമത്വമാണ്. വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറഞ്ഞ് ഹിന്ദു മതത്തിന് മുഖമുദ്ര കാണിക്കുമ്പോൾ അസമത്വമാണെന്ന് പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അസമത്വമില്ലാത്ത സമത്വം ദർശിക്കാൻ കഴിയുന്ന കുലധർമ്മത്തിനാണ് ദിജോയോ ദീക്ഷിത പശ്ചാത് അന്തജ പൂർവദീക്ഷിത ദ്വിജ കനിഷ്ഠസ്ഥ ജ്യേഷ്ഠ ഇത് ശാസ്ത്രോർത്ഥ നിർണയ എന്ന് കുലാർണ പറയുന്നുണ്ട്. പഞ്ചദശോല്ലാസത്തില് 98ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. അതായത് ഒരു ചണ്ടാളനാണെങ്കിൽ, ചണ്ടാളൻ ബ്രാഹ്മണന് മുമ്പേ ദീക്ഷ നേടുകയാണെങ്കിൽ ബ്രാഹ്മണൻ ചണ്ടാളനെ ജ്യേഷ്ഠനായിട്ട് കാണണം. അവിടെ യോഗ്യത എന്താ പറഞ്ഞത്? അറിവുണ്ടാകണമെന്നേ പറഞ്ഞോളൂ. പക്ഷെ അതാണോ വർണ്ണാശ്രമം പറഞ്ഞത്? വർണ്ണാശ്രമം അങ്ങനെയല്ല പറഞ്ഞത്. നിജോത്തമോത്തമ എന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞല്ലേ. ഉത്തമമായിരിക്കുന്ന അംഗങ്ങളിൽ വന്നവര് ശ്രേഷ്ഠനാണ്, ജന്മം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. കുലധർമ്മത്തിൽ ഇത് കാണാൻ പറ്റില്ല. അപ്പൊ ആ കുലധർമ്മം അല്ലേ സത്യത്തിൽ ഈ പറയപ്പെടുന്ന ഹൈന്ദവ ധർമ്മത്തിന്റെ മുഖമുദ്രയായിട്ട് കാണിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു നമ്മുടെ കുലധർമ്മത്തില് ഒരുവനാകെ പറഞ്ഞിരിക്കുന്ന എന്താ? ദീക്ഷ ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യ പീച്ച വിപ്രദാ ദീക്ഷ സംസ്കാര സമ്പന്നേ ജാതി ഭേദന വിദ്യത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ധർമ്മത്തിന്റെ പ്രത്യേകത, ഇനിയിപ്പോ ഏതെങ്കിലും ഒരു വർണ്ണാശ്രമധർമ്മി ഇങ്ങോട്ട് കടന്നു വന്നാൽ, കുലധർമ്മത്തിലേക്ക് കടന്നു വന്നാൽ അവന്റെ ആ ആശ്രമങ്ങളും വർണ്ണങ്ങളും ഒക്കെ ഇല്ലാണ്ടാകുന്നു. എന്നിട്ട് ശിവൻ പരമമായ സത്യം അല്ലെ, നേരത്തെ പറഞ്ഞില്ലേ സർവം ശിവമയമാണെന്ന് പറഞ്ഞില്ലേ ചക്രത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ആ ശിവത്വം മാത്രമേ. അപ്പൊ എല്ലാവരെയും ശിവമായി കാണുന്ന, സാക്ഷാൽ പരമേശ്വരനായി കാണുന്ന, പരാശക്തിയായി കാണുന്ന ശ്രേഷ്ഠമായ ധർമ്മവ്യവസ്ഥ കുലധർമ്മം. ഇതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല. ഇത് ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമാണെന്ന അർത്ഥമാനേ ഇല്ല. ആകെ വർണ്ണാശ്രമം, കർമ്മബ്രാഹ്മണ്യം, ബ്രാഹ്മണൻ, സന്യാശ്രമാശ്രമം, ചാതുർവർണ്ണ്യം എന്നൊക്കെ ഇത് ഗുണകർമ്മ വിഭാഗം, ഇത് മാത്രമാണ് പറയുന്നത്. ഇത് മാത്രം പറയുന്നതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശം വേറെ ഒന്നുമില്ല, വർണ്ണാശ്രമം മാത്രമാണെന്ന് സ്ഥാപിക്കണം. അപ്പോൾ മാത്രമേ ഉള്ളൂ പാരമ്പര്യ വർണ്ണത്തിന്റെ ആശ്രമത്തിന്റെ ആളുകൾക്ക് എന്നൊരു മികവുണ്ടാവുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ എന്നും 2ാം നമ്പർ ആയിരിക്കണം എന്ന ഗൂഢ ഉദ്ദേശത്തിൽ തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഭേദം കാണാത്ത കുലധർമ്മത്തെ അല്ലേ മുഖമുദ്ര കണ്ട് എല്ലാവരും അങ്ങനെയല്ലേ ഏറ്റവും ശ്രേഷ്ഠമായി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രേഷ്ഠമായതല്ലേ തിരഞ്ഞെടുക്കണ്ടേ? പക്ഷെ അതില്ല, അത് തിരഞ്ഞെടുത്താൽ എന്താണ്? ഇവിടെ എല്ലാവരും ശ്രേഷ്ഠരാവും, ഒരു പാരമ്പര്യ ശ്രേഷ്ഠവും. ആ പാരമ്പര്യത്തെ ഇന്നലെ അടിച്ചമർത്തിയവർ നികൃഷ്ടരായി ചിത്രീകരിക്കപ്പെടും. കാരണം അവർ ചെയ്ത തെറ്റാണെന്ന് വരും. അതുണ്ടാവാൻ പാടില്ല ചേട്ടാ. അതല്ല കർമ്മം കൊണ്ടാണ് നിങ്ങളുടെ ബ്രാഹ്മണ്യവും വർണ്ണാശ്രമങ്ങളും ഒക്കെ എങ്കിൽ എന്തുകൊണ്ട് ഇവിടെ സ്വർണം കട്ട പോറ്റി എന്തുകൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് ശൂദ്ര പദവിയോ അല്ലെങ്കിൽ ചണ്ടാള പദവിയോ കൊടുക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് ആ വ്യവസ്ഥ വരുന്നില്ല? കണ്ടൊരു മോഹന് ഒരു സ്ത്രീ വിഷയത്തിൽ കടന്നു വന്ന് അദ്ദേഹം അതിനെതിരെ ഈ പറഞ്ഞ നിയമ നടപടി സ്വീകരിക്കേണ്ടി വന്നൊരു വ്യക്തി കൂടിയല്ലേ. എന്തുകൊണ്ട് അദ്ദേഹത്തെ തരം താഴ്ത്തിയില്ല? അദ്ദേഹത്തെ താഴ്ത്തേക്ക് വന്നില്ല. അങ്ങനെ താഴ്ത്തേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റും? സാധ്യമൊന്നുമില്ല. ഇപ്പൊ സന്യാശ്രമത്തിലേക്ക് കയറിപ്പോയ ആളുകൾ എന്താ തിരിച്ചു മറ്റൊരാശ്രമത്തിലേക്ക് വരാത്തെ? ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിമാർ തന്നെ പല വിഷയത്തിലും കേസിലും മറ്റിലും വന്നല്ലോ. എന്താ അവരെ നേരെ നമ്മൾ അതിന്റെ സ്ഥാനം മാറ്റാതിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് മറ്റൊരാശ്രമത്തിലേക്ക് കടന്നു വന്നില്ല? അതായത് അത് സത്യസന്ധമായ കാര്യമല്ല, അത് സാധ്യമല്ല എന്നുള്ളതാണ്. ശൂദ്രനോട് ബ്രാഹ്മണനാകാൻ പറയുമ്പോൾ സ്വാഭാവിക ബ്രാഹ്മണൻ ശൂദ്രനാകണ്ടേ? നിങ്ങൾ മഹാഭാരതത്തിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇത് പ്രാവർത്തികമാകുന്നില്ലല്ലോ. അപ്പോൾ വർണ്ണാശ്രമം എപ്പോഴും എന്താ വെച്ചാൽ വർണ്ണാശ്രമം ശ്രേണീകൃതമാണ്. നമ്മൾ അതുകൊണ്ട് നിരന്തരം ശ്രേണീകൃത വർണ്ണ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളെ കല്ലറിട്ട് കാര്യമില്ല. അത് പറഞ്ഞു കഴിഞ്ഞു, ഭാഗവതാദി പുരാണങ്ങളിൽ പറയുന്നു. അല്ലെങ്കിൽ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഈ കൃഷ്ണനെ കാണാൻ വരുന്ന കുചേലനെ കുറിച്ച് പറയും. നമ്മൾ ആ കുചേലൻ കാണാൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദാരിദ്ര്യം കൊണ്ടാണല്ലോ വരുന്നേ. എന്താ ബ്രാഹ്മണന് ദാരിദ്ര്യം ഉണ്ടാവും? ബ്രാഹ്മണൻ അന്ന് കൃഷിപ്പണിക്ക് പോയിക്കൂടെ? പക്ഷെ അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഇല്ലാന്ന്. ബ്രാഹ്മണ അധ്യാപനം അധ്യയന യജനം യാചനം തഥാ, ഇതൊക്കെ ദാനം പ്രതിഗ്രഹ ചെയ്വ, ദാനം സ്വീകരിക്കാൻ കൊടുക്കാം. അല്ലാണ്ട് പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വ്യവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ അതിലൊരു പ്രശ്നം ഉണ്ടാവണം. അല്ലെങ്കിൽ പണിക്ക് പോയി കൂടെ. അന്ന് പണിയെടുക്കുന്ന ശൂദ്രാദികളില്ലേ? പക്ഷെ ആ ധർമ്മം അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണൻ എന്തുകൊണ്ട് ബ്രാഹ്മണനായില്ല? അത് സാധ്യമല്ല. പക്ഷെ ഇപ്പൊ എന്താണ്? ഇപ്പൊ മാറിയ ചുറ്റുപാടിൽ വർണ്ണാശ്രമത്തെ സംരക്ഷിച്ച് വർണ്ണാശ്രമമാണ് ശ്രേഷ്ഠം, വേദധർമ്മം മാത്രമാണ് ശ്രേഷ്ഠം, കുലധർമ്മം അത്ര ശ്രേഷ്ഠമല്ല എന്ന് പറയുക തന്നെ വേണം. അതിന്റെ സമുദായങ്ങൾ വേണ്ട, വർണ്ണം മാത്രം മതി, വർണ്ണം മാത്രമാണ്, അതിലൊരു കുഴപ്പമില്ല, അതാണ് ഹിന്ദു ധർമ്മം, ഹിന്ദുവിന് അത് മാത്രം എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രധാന ഉദ്ദേശം കുലധർമ്മം വന്നു കഴിഞ്ഞാൽ ഈ ഹിന്ദു ധർമ്മത്തിലെ എല്ലാ സമുദായങ്ങളും തുല്യരായി പരിഗണിക്കപ്പെടും.
അതിന്റെ അല്ലാത്തതൊക്കെ നികൃഷ്ടമാണെന്നും അത്തരം ഗ്രന്ഥങ്ങളും വ്യവസ്ഥകളും നീക്കപ്പെടും. അതുകൊണ്ട് ഇന്നലകളിൽ പാരമ്പര്യം ചുമന്ന ആളുകളെ അവരെ ആരും ആ രീതിയിൽ ബഹുമാനിക്കാതെയാകും. എല്ലാവർക്കുള്ള ബഹുമാനം അവർക്കും കിട്ടുള്ളൂ. സന്യാസിക്കാവട്ടെ, ഗൃഹസ്ഥാശ്രമിക്കാവട്ടെ, വാനപ്രസ്ഥിക്കാവട്ടെ, അല്ലെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളോ ചണ്ടാദികളാവട്ടെ, ആരുമാവട്ടെ, വർണ്ണരോ സവർണരോ അവർണരോ ആവട്ടെ, അത്യാവശ്യങ്ങളാവട്ടെ, എല്ലാവരെയും ഒരുപോലെ കാണുള്ളൂ. അവരവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ അവർ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ആർക്കും മികവ് കിട്ടില്ല. അത് അംഗീകരിക്കാൻ വയ്യ. നമ്മളൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഗൃഹസ്ഥാശ്രമി പൂജിക്കുന്നുണ്ടോ, മറ്റുള്ള പൂജ? നമ്മൾ എല്ലാവരെയും പൂജിക്കുന്ന എല്ലാവരും കാണും. സന്യാസി മറ്റുള്ളവരൊക്കെ ഒരുപോലെ തന്നെ കാണും. എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെയൊക്കെ ആശ്രമത്തിൽ നടക്കുന്ന പരിപാടിയൊക്കെ കണ്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു ഭേദവും ഇല്ല, ഒരു ഭേദവും ഇല്ല. കാരണം കുലധർമ്മമാണ്. കുലധർമ്മത്തിൽ ഭേദം പാടില്ല. ഭേദം കാണുന്നവരിൽ കൗലാശ്രമം ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഭൂരിപക്ഷ ഹൈന്ദവർ പിൻപറ്റുന്ന കുലധർമ്മമായിരിക്കണം ഈ ധർമ്മത്തിന്റെ മുഖമുദ്ര. അതല്ലാതെ ഇത് മോശമാണെന്ന് നിരന്തരം പറഞ്ഞു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇന്നലത്തെ അതേ പ്രയോഗം ഇനി നടത്തിക്കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഇവിടുന്നും പറയേണ്ടി വരും. ഇവിടുന്ന് പറയുമ്പോൾ ഇന്നലകളിൽ തൊട്ട് ഇന്നു വരെ നിൽക്കുന്ന ഹിന്ദു ധർമ്മത്തിന്റെ മൂല്യച്യുതിക്ക് കാരണം വൈദിക ധർമ്മവും വൈദികതയുടെ ഭാഗമായിട്ടുള്ള സ്മൃതി നിയമങ്ങളും അതിൻ്റെതായിരിക്കുന്ന പ്രാമാണിക ഗ്രന്ഥങ്ങളും വ്യവസ്ഥയും മാത്രമാണെന്ന് വാർത്തസംഖ്യയ്ക്ക് ഇടയില്ലാതെ മറുവാദം ഉയരാത്ത രീതിയിൽ പറയാൻ നമുക്ക് മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തർക്കും എല്ലാവർക്കും കഴിയും. അത് സംഭവിക്കുകയും ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ വർണ്ണാശ്രമ വ്യവസ്ഥ വേണ്ടവർ അത് പിൻപറ്റട്ടെ. ശൂദ്രനൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് ശൂദ്രനെ ബ്രാഹ്മണനാകാൻ തന്നെ എങ്ങനെയാണെന്നറിയോ? ശൂദ്രൻ എന്താ വെച്ചാൽ ശൂദ്രൻ ജനിച്ച് മരിച്ച് അങ്ങനെ പോയിട്ട് ബ്രാഹ്മണനാകാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ കൃഷ്ണനും ഒക്കെ കാത്തിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അന്ന് ആകുമായിരുന്നു, കുചേലൻ നേരെ പണിക്ക് പോകുമായിരുന്നു. പക്ഷെ അതൊന്നും വ്യവസ്ഥയില്ല. അതുകൊണ്ട് ഈ ഏറ്റക്കുറച്ചിൽ ഇന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അത് വേണ്ടവർക്കതാകാം. ശൂദ്രനായിട്ടിരിക്കണം, ശൂദ്രനാവും. നമ്മളെന്തായാലും ഇന്ന സമുദായം, ചില ആളുകൾക്ക് നായന്മാര് ശൂദ്രൻ, നമ്മളങ്ങനെ പറയുന്നേ ഇല്ല. അവരൊക്കെ ശാക്തേയ പാരമ്പര്യമുള്ളവരാണ്. അവർക്ക് ശൂദ്രത്വം ഭാരം, ശൂദ്രത്വ ദാസ്യത്വം, ജുഗുപ്സ വഹിക്കുന്ന പേരിടേണ്ട ആ ഗതികേട് അവർക്കുണ്ട്. അവർ ചിന്തിക്കട്ടെ. മന്നത്ത് പറഞ്ഞ പോലെ നമ്മളും വേണം. എന്തിന് ജുഗുപ്സ വഹിക്കുന്ന പേരിട്ടിട്ട് ഈ വർണ്ണാശ്രമത്തിന്റെ ഭാഗമാകണം? കുലധർമ്മമാണ് സ്വന്തം പാരമ്പര്യം എന്ന് മനസ്സിലാക്കുക ഓരോരുത്തരും. ഒരു ജുഗുപ്സയും ഇല്ല, ഒരു ശ്രേണീകൃതമായ ഉച്ചനീചത്വമില്ല. ഒരു ബ്രഹ്മാവിന്റെയും ഒരു മുഖത്തുനിന്നോ കാലെന്നോ നാഭീന്നോ ഒന്നും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാക്ഷാൽ പരമേശ്വരൻ എന്ന് വന്നു. നിങ്ങൾ പരമേശ്വരനാണ്, പരാശക്തിയാണ്. നിങ്ങൾക്ക് ഒരു കുറവുമില്ല. നിങ്ങൾ ഒരിക്കലും ഇന്നലെ ചെയ്ത പാപത്തിന്റെ മുകളിലല്ല ഈ ചതുർവർണ്ണത്തിന്റെ കർമ്മസിദ്ധാന്തം പാടുന്നത്. പാപത്തിന്റെ മുകളിൽ ഇന്ന യോനിയിൽ പാപയോനിയിൽ പിറക്കുന്നു, പാപയോനി സ്ത്രീയോനിയാണ്, മറ്റേ യോനിയാണ് എന്നൊക്കെ പറയുന്നത് ഈ ധർമ്മഗ്രന്ഥങ്ങൾ പലതുണ്ട്. ഇല്ല എന്ന് പറയണ്ട, വായിക്കാത്തവന് പറയാം. ഗ്രന്ഥങ്ങളെ അടുത്തറിഞ്ഞവന് പറയാൻ കഴിയില്ല. അങ്ങനെ പാപയോനിയിലൊന്നും പറഞ്ഞ ഒരു വ്യവസ്ഥയും കുലധർമ്മത്തിലില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് സമുദായമാവട്ടെ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് പരാശക്തി അനുഗ്രഹത്തോടുകൂടി പരാശക്തിയായിരിക്കുന്ന യോനിയിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ സൃഷ്ടികർത്താവ് പരമേശ്വരനായിരിക്കും, ലിംഗസ്വരൂപമാണ്. നിങ്ങൾക്ക് ഒരു ഭേദവുമില്ല, നിങ്ങൾ അത് തന്നെയാണ്. നിങ്ങളൊക്കെ ശിവസ്വരൂപങ്ങളും ശക്തി സ്വരൂപങ്ങളുമാണ് എന്ന് പറയുന്ന കുലധർമ്മ മഹത്വം മനസ്സിലാക്കി ഹൈന്ദവ ധർമ്മത്തിന്റെ മുഖമുദ്രയായി കുലധർമ്മം ഉയർത്തപ്പെടുമ്പോഴാണ് ശങ്കരൻ ഉപദേശം കൊടുത്ത ചണ്ടാളന്റെ മഹത്വം വരുന്നത്. അടിമാറു എന്ന് പറയുമ്പോൾ ശങ്കരൻ എന്ന് പറഞ്ഞ ആളിനോട് ചണ്ടാളൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പൊ ചില സന്യാസിമാരൊക്കെ പറഞ്ഞത്. ശങ്കരാചാര്യ പറഞ്ഞ കാര്യമാണ് ഇല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ ആ ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടറിയോ? ഞങ്ങൾക്ക് ചണ്ടാളനെ അല്ലെങ്കിൽ ശൂദ്രനെ ഒന്നും വന്ദിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ബ്രഹ്മചാരിയെ ഒന്നും വന്ദിക്കാൻ കഴിയില്ല. ഞങ്ങൾ കേമന്മാരാ, ഞങ്ങൾ സന്യാസിമാരാ. അല്ല, നിങ്ങൾ നായരസ്വാമിയാണോ, നിങ്ങൾ പറയസ്വാമി, അതൊന്നും ചോദ്യം. ഞങ്ങൾ സന്യാസിമാരായിട്ടുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് ഉത്കൃഷ്ടരാണ്. ആ ഒരു ശ്രേഷ്ഠത്വ അഹങ്കാരമാണ്. അതുകൊണ്ട് നമുക്കൊരു ശ്രേഷ്ഠത്വം നമ്മൾ പറയുന്നില്ല, ആരിലും ഒരു ശ്രേഷ്ഠത്വം കാണില്ല. ഉണ്ടെങ്കിൽ എല്ലാതും ശ്രേഷ്ഠമാണ്. അതിൽ നമ്മളും നിങ്ങളും ശ്രേഷ്ഠരാണ്. കാരണം എല്ലാം ശിവമയമാണ്. എല്ലാം പ്രപഞ്ച സത്യസ്വരൂപത്തിന്റെ ആ ഒരു നമ്മളുടെ ദൃശ്യമായ ആ ഒരു വ്യവസ്ഥ മാത്രമാണ്. അത് നമ്മെ പഠിപ്പിച്ച എന്താണ്? കുലധർമ്മമാണ്. വർണ്ണാശ്രമധർമ്മത്തിൽ ഇത് കാണാൻ കഴിയില്ല, ചരിത്രത്തിലും കാണാൻ കഴിയില്ല, ഗ്രന്ഥത്തിലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഇവിടുന്ന് ആക്രമിക്കുകയും ചെയ്യും, പ്രതിരോധിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. അതിൻ്റെ സൂചന മാത്രമാണത്. ഒരിക്കലും ഈ ധർമ്മവ്യവസ്ഥ ഭിന്നിക്കണം നമുക്കില്ല. പക്ഷെ ഭേദബുദ്ധി കാണിക്കുന്നത്, പക്ഷഭേദം കാണിക്കുന്ന കുലധർമ്മത്തിന്റെ മഹത്വം എല്ലാ സമുദായങ്ങളും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അവർണ സമുദായങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. വർണ്ണവ്യവസ്ഥയെ അംഗീകരിക്കാത്ത ശുദ്ധതന്ത്ര പാരമ്പര്യമുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കണമെങ്കിൽ കുലധർമ്മം വേണം. വർണ്ണാശ്രമത്തെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവും നേടാനില്ല. നിങ്ങൾ നിങ്ങളുടെ പൂർവികർ പിൻപറ്റി കുലധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കാം. കുലധർമ്മത്തിന്റെ മഹത്വം കുലദൈവങ്ങളെ ആരാധിക്കുക. അത് ഏത് രീതിയിൽ പൂർവികർ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞത്, കുലധർമ്മോ നിധനശ്രേയ. നിങ്ങളുടെ കുലധർമ്മത്തിന്റെ ഭാഗമായി മാടനോ മർദ്ദയോ ചാത്തനോ നീലിയോ കാളിയോ അല്ലെങ്കിൽ ഈ കിരാതമൂർത്തിയോ എന്തുമാകാം, അയ്യപ്പനാകാം, എന്തുമാകാം, ഘണ്ടാകർണനാകാം, എന്ത് പേരിട്ട് വിളിച്ചു. അതിന്റെ രീതികളിൽ തന്നെ നിങ്ങൾക്ക് വാമാചാരോ ദക്ഷിണാചാരോ എന്തുമാകാം. ആ പൂർവികർ പറഞ്ഞു തന്നതിൽ നിന്ന് ഒരു തെല്ലിട നിങ്ങളെ വ്യതിചലിക്കാതെ നിങ്ങൾ അത് ചെയ്യാം.
പഞ്ചമകാരങ്ങളെ കൊണ്ടുള്ള ഉപാസന പഞ്ചമകാരങ്ങളെ കൊണ്ട് തന്നെ ചെയ്യാം. കേവലം വിഷയാസക്ത പദത്വം എന്ന സംശയം എന്ന് മറക്കാതിരിക്കുക. വിഷയത്തിലോ ദ്രവ്യത്തിലോ ആസക്തി ഇല്ലാതിരിക്കുക. നിങ്ങളുടെ പൂർവികർ കാണിച്ച വഴി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മോക്ഷത്തിലാണ്, മുക്തിയിലാണ്. നിങ്ങൾക്ക് പുരുഷാർത്ഥങ്ങളും ജീവിച്ചിരിക്കെ സാധ്യവുമാണ്. അങ്ങനെ എല്ലാം സാധ്യമാക്കുന്ന ശ്രേഷ്ഠപ്പെട്ട വിശേഷപ്പെട്ട പരമേശ്വര പ്രണീതമായിരിക്കുന്ന ലോകർക്ക് തന്ന ഏറ്റവും ശ്രേഷ്ഠമായ വരദാനം അമൃതമാണ് കുലധർമ്മം. ആ കുലധർമ്മത്തിന്റെ മഹത്വം അറിയുക. ആക്രമിക്കുന്നത് ഇവിടെയുള്ളവരായാലും അവിടെയുള്ളവരായാലും ശരി ഒരുപോലെ പ്രതിരോധിക്കുക. അതിലൊരു തരത്തിലും നമ്മൾ ദാക്ഷിണ്യം കാണിക്കേണ്ട, ദയ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. അവരെപ്രകാരം അവർ തന്നെ അതുപോലെ തന്നെ ഇവരും ഇത് തിരിച്ചറിയുക. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ടേ എന്നുള്ളത് ഇത്തരം ആളുകളൊന്ന് ബോധ്യപ്പെടുക. അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷയം നമ്മൾ എടുത്തത്. അതുകൊണ്ട് വർണ്ണവ്യവസ്ഥ ശ്രേഷ്ഠമല്ല. സമുദായത്തെയും കുലത്തെയും വെച്ച് നോക്കുമ്പോൾ വർണ്ണവ്യവസ്ഥ ശ്രേണീകൃതമാണ്. അത് ചരിത്രപരമായും ധാർമ്മിക ഗ്രന്ഥപരമായും എല്ലാം ശ്രേണീകൃതമാണ്. ആ ഒരു വർണ്ണാശ്രമ വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്ന കുലധർമ്മത്തെ പോലും ഉച്ചനീചത്വത്തിന്റെ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്ന് ശാങ്കരസ്മൃതികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ, ജയ് ഹിന്ദ്, വന്ദേ മാതരം.